നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. തൽക്കാലം അവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക്. കുറച്ചു കഴിഞ്ഞാ ബോധോദിച്ച് കിട്ടാനുള്ള 1000 രൂപയെ വാങ്ങിച്ചോണ്ടങ്ങ് പോയിക്കോളും. ഇന്ന് ബോണസ് വേണ്ടെന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചവരെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഈ കമ്പനിയിൽ അവരുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അല്ല മാഡം, പി.കെ. സാറ് അങ്കിള് ഒന്നും അറിയാൻ പോകുന്നില്ല. നിങ്ങൾ ആവശ്യമില്ലാതെ വെറുതെ ടെൻഷൻ അടിക്കണ്ട. മുക്ത, എന്തുപറ്റി? രണ്ടുപേരും നല്ല ടെൻഷനിലാണല്ലോ. ഏയ്, ഞങ്ങള് കമ്പനി കാര്യങ്ങൾ ഓരോന്ന് സംസാരിക്കായിരുന്നു. കൈലാഷ് വന്ന കാര്യം പറയൂ. എനിക്കൊരു പേഴ്സണൽ കാര്യത്തിന് പുറത്തേക്ക് പോകണം. ചിലപ്പോ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകും. നീ ഇന്നത്തെ മീറ്റിംഗ് ഒക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യണം. Sure, I can handle it. Okay, thank you. Bye. Bye. മാഡം, നമ്മൾ പറഞ്ഞ് കൈലാഷ് സാറ് കേട്ടിട്ടുണ്ടാവും. ഏയ്, അങ്ങനെയായിരുന്നെങ്കിൽ കൈലാഷ് റിയാക്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കില്ല. എന്തായാലും കൈലാഷ് പോയത് നന്നായി. ആരെങ്കിലും കൈലാഷിന്റെ അടുത്ത് നിന്ന് കംപ്ലൈന്റ് പറയുമെന്ന് പേടിക്കണ്ടല്ലോ. അത് ശരിയാ. പരാതി പറയുന്നത് പാറുവാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. കൈലാഷ് സാറ് എപ്പോ ഇടപെട്ടു എന്ന് ചോദിച്ചാൽ കരുണാകരൻ, നിങ്ങൾ പോയി തൊഴിലാളികളെ കൈകാര്യം ചെയ്യാൻ നോക്ക്. ജോലി ചെയ്യാതിരുന്നാലോ കമ്പനിയെ ധിക്കരിക്കാൻ ശ്രമിച്ചാലോ എന്ത് സംഭവിക്കുമെന്ന് അവരോടൊന്ന് സൂചിപ്പിക്കണം. ഈ കാരണവും പറഞ്ഞ് പ്രൊഡക്ഷൻ നിൽക്കരുത്. ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ സെക്യൂരിറ്റിയെ കൊണ്ട് തല്ലിക്കാനും മടിക്കണ്ട. ശരി മാഡം. അച്ഛൻ്റെ പ്രതീക്ഷയെല്ലാം തെറ്റിപ്പോയി മോളെ. ഇന്ന് ബോണസ് കിട്ടുമെന്ന് അച്ഛൻ കരുതിയത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കും അറിയില്ലേ. പക്ഷേ ഇത്തവണ വിഷു ബോണസായി കിട്ടിയത് വെറും 1000 രൂപ. വിഷുവിൻ്റെ ബോണസ് വെച്ച് നിന്റെ ഫീസ് മൊത്തം അടയ്ക്കാമെന്ന് അച്ഛൻ വിചാരിച്ചു. പക്ഷെ എന്ത് ചെയ്യാം, അച്ഛൻ്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റിപ്പോയി മോളെ. എനിക്ക് 2 ദിവസം സമയം താ. ഞാൻ ആരോടെങ്കിലും കടം മേടിച്ച് അറേഞ്ച് ചെയ്ത് തരാം. അതുവരെ മോളെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. സെക്യൂരിറ്റി, മോളെ ഞാൻ പിന്നെ വിളിക്കാം. ശരി. സാർ. ആരോടാ സംസാരിച്ചോണ്ടിരുന്നത്? മോളാണ് സാർ. നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ബോണസ് വെറും 1000 രൂപയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞ? അത് പേടിക്കണ്ട, പറഞ്ഞോളൂ. കമ്പനി നഷ്ടത്തിലായോണ്ട് 1000 രൂപ ബോണസ് എല്ലാം കഴിയുമെന്ന് എല്ലാവരോടും പറഞ്ഞു. കമ്പനി നഷ്ടത്തിലായോണ്ട് പാറു ആ കാശ് വേണ്ടാന്ന് പറഞ്ഞു തിരിച്ചു കൊടുത്തു. മിക്ക തൊഴിലാളികളും അത് തന്നെ ചെയ്തു. ഇപ്പോഴും ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി നൽകിയില്ല. ബോണസ് വെറും 1000 രൂപയാണെന്ന് ആരാ പറഞ്ഞത്? കർണാകരൻ സാർ. നമ്മളിങ്ങനെ ജോലി ചെയ്യാതെ നിൽക്കുന്നതിന് നമ്മളെ പിരിച്ചുവിടോ? നമ്മള് കരുണാകരൻ സാറിന്റെ ആട്ടും തുപ്പും സഹിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് കാശിന് വേണ്ടിയല്ലേ? ആ കാശ് അവര് തരില്ലെങ്കില് പിന്നെ ജോലി ചെയ്യുന്നതിൽ എന്താ അർത്ഥം? ഇവള് പറയുന്നതാ ശരി. എന്ത് ശരിയാടാ? എല്ലാവരും ഉണ്ടല്ലോ. പണിയെടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും നല്ല ആവേശമായി കാണും അല്ലേ? നിങ്ങൾ എത്ര നേരം നിന്നാലും ബോണസ് 1 രൂപ പോലും കൂട്ടിക്കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെ ആവശ്യമില്ലാത്ത സമയം കളഞ്ഞതുകൊണ്ടാണ് ഇത്തവണ വെറും 1000 രൂപ ബോണസായി കിട്ടേണ്ട സാഹചര്യം ഉണ്ടായി. ഇനിഇത് തുടരാണ് ഭാവമെങ്കിൽ വൈകാതെ നിങ്ങളെല്ലാവരും റോഡ് സൈഡിൽ നിന്ന് പിച്ചെടുക്കേണ്ടി വരും. സാറേ,
ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മോൻചേട്ടാ വേണ്ട, നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. നീ ആരടി ഓർഡർ ഇടാൻ? ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. എന്നെ എതിർക്കാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോടാ? കരുണാകരൻ